എങ്ങനെ അകലെ നിന്നു ഹൈജിയും ഹോങ്ജുവും നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നു. ഇപ്പോളാകട്ടെ ഹൈജിയുടെ കയ്യിൽ ഒരു ലവ് ലെറ്റർ ഒക്കെ ഉണ്ട്. പക്ഷെ അത് നേരിട്ട് എങ്ങനെ കൊടുക്കാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. അതുകൊണ്ട് തന്നെ ഹോങ്ജോനോട് ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം അവൾ സമ്മതിക്കുന്നില്ലെങ്കിലും ജുൻഹോയുടെ അഡ്രസ് ഒക്കെ നൽകാമെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവളും സമ്മതിക്കുന്നു. അതായത് അവൾ ഇടയ്ക്കിടയ്ക്ക് ബുക്സ് ഒക്കെ വായിക്കാറുണ്ടല്ലോ, ആ ഒരു ബുക്സ് ഒക്കെ എഴുതിയ ആളാണ് ജുൻഹോ. ഹോഞ്ചുവും ഇപ്പോൾ കയ്യിലുള്ള ലെറ്ററൊക്കെ ഹുയിങ്ങിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഹൈജിയാണ് ഈ ഒരു ലെറ്റർ എഴുതിയതെന്നൊക്കെ അവൾ പറയുന്നുമുണ്ട്. പിന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കായിരുന്നല്ലോ ഹോയങ്ങിന്റെ കയ്യിലൊക്കെ അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ബുക്കും തിരികെ നൽകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മാക്സിന്റെ സാറും അവിടേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ അവളും അവിടെ നിന്നും ഓടുകയാണ്. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അവൾക്കും കുട്ടിത്തായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇനി ഹൈജയുടെ നിർബന്ധപ്രകാരമായിരുന്നു ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ ഹോഞ്ചു പോയിട്ടുണ്ടായിരുന്നത്. ബ്ലൈൻഡ് ഡേറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുമായിട്ട് വലിയൊരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് ഹോഞ്ചു പറയുന്നത്. എന്നാൽ പോലും ഒരു തവണ കണ്ടതുകൊണ്ട് നമുക്ക് ഒരാളുടെയും ക്യാരക്ടർ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു 2-3 തവണയൊക്കെ കണ്ടതിന് ശേഷം തീരുമാനം എടുക്കാമെന്നൊക്കെ ഹൈജയും പറയുന്നു. ബ്ലൈൻഡ് ഡേറ്റ് എന്നൊക്കെ പറയുന്നത് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമാണ്. അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെയാണ് ഹോഞ്ചു പറയുന്നത്. മാത്രമല്ല ഹോയിങ്ങിന്റെ നമ്പറൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അവളും ആ ഒരു നമ്പറൊക്കെ ഹൈജിക്ക് അയച്ചു കൊടുക്കുന്നു. പിറ്റേ ദിവസം ഓഫീസിലൊക്കെ ഇരിക്കുകയാണ് ഹുയങ്. പക്ഷെ വുക്കാകട്ടെ ഓഫീസിൽ വളരെ ലേറ്റ് ആയിട്ടൊക്കെ ആയിരുന്നു കയറി ചെന്നത്. ഹുയങ് വളരെയധികം സീരിയസ് ആയിട്ടൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ബുക്കും മൊത്തത്തിൽ എല്ലാവരുടെയും അടുത്ത് അവനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നു. 10 വർഷമായിട്ട് US ഓഫീസിലൊക്കെ ആയിരുന്നു അവൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും വളരെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിലവിൽ വലിയൊരു വർക്കൊക്കെ ഇവർക്ക് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. ആ ഒരു വർക്കൊക്കെ ശരിയാക്കുവാനായിട്ടായിരുന്നു അവൻ ഇവിടേക്ക് എത്തിയതെന്നൊക്കെയാണ് ബുക്ക് പറയുന്നത്. ഇനി ഹോയങ്ങിന്റെ അടുത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നൽകുവാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഹോയങ് ആകട്ടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കണക്കൊക്കെ തെറ്റാണ് എന്ന രീതിയിൽ പറയുകയും പിന്നെ അവരായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചെറിയ ചില മിസ്റ്റേക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു പ്രൊജക്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും ഹെഡ് ഓഫീസിലേക്ക് അയക്കുവാനായിട്ടാണ് അവൻ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഹെഡ് ഓഫീസിലേക്കൊക്കെ ഈ ഒരു ഡീറ്റെയിൽസ് അയക്കുകയാണെങ്കിൽ ആകെ കുളമാകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നീ അങ്ങനൊന്നും ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ ബുക്ക് പറയുന്നുണ്ടെങ്കിലും ബുക്ക് പറയുന്ന ഒരു കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. വൂക്കിന്റെ കാറൊക്കെ ആയിരുന്നു അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൂക്കും പെട്ടെന്നൊരു കോളൊക്കെ വന്നിട്ട് അർജന്റായിട്ട് പോകുവാനായിട്ട് കാറൊക്കെ തിരികെ ചോദിക്കുന്നു. പക്ഷെ അപ്പോൾ മാത്രമാണ് കാറൊക്കെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അവനെ അറിയിക്കുന്നത്. കാറിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് പോലീസ് കാറൊക്കെ കൊണ്ടുപോയതെന്നൊക്കെ ബോക്ക് ചോദിക്കുമ്പോഴത്തേക്കും ആയിരുന്നു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് കാർ നിർത്തി ഫ്രണ്ടിനോട് സംസാരിക്കുവാനായിട്ട് ഇറങ്ങി. ഈ ഒരു സമയത്ത് വണ്ടി നിർത്തുവാൻ പാടില്ലാത്ത സ്ഥലത്ത് നിർത്തിയത് കൊണ്ട് തന്നെ കാർ പോലീസ് കൊണ്ടുപോയതാണെന്നുള്ള കാര്യമൊക്കെ അവൻ പറയുന്നത്. വോക്കും വെറുതെ അവനോട് ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യങ്ങളിൽ നിന്നും അവന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു ആ ഒരു പെൺകുട്ടി എന്ന സത്യമൊക്കെ വോക്കും മനസ്സിലാക്കുന്നു. പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു കോളൊക്കെ വരികയാണ്. അവനും ഹോഞ്ചുന്റെ നമ്പർ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നല്ലോ. സോ അൺനോൺ നമ്പറിൽ നിന്നും കോളൊക്കെ വരുമ്പോഴത്തേക്കും അവനും ഹോഞ്ചു ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഫോണൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഹൈജി ആയിരുന്നു അതേന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. ഹൈജിയും ആദ്യം തന്നെ നിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞതാണോ എന്നൊരു ചോദ്യമൊക്കെയാണ് അവനോട് ചോദിക്കുന്നത്. അവന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നറിയുമ്പോൾ അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. പിന്നെ ഹോഞ്ചു ആയിരുന്നു അവൾക്ക് നമ്പറൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നതെന്നും അവൻ വന്നിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് ഒരു പാർട്ടിയൊക്കെ വെച്ചാലോ എന്നും ഹൈജിയും ചോദിക്കുന്നു. അവൻ സമ്മതിച്ച് കഴിയുമ്പോഴത്തേക്കും ഹൈജിയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഹൈജിയുടെ അടുത്തായിട്ട് തന്നെ ആയിരുന്നു ഹോഞ്ചു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഫോൺ വഴി അവനും കേൾക്കുന്നു. മാത്രമല്ല പാർട്ടിക്കൊക്കെ സമ്മതിച്ചത് കൊണ്ട് തന്നെ ഈ ആഴ്ച ഞങ്ങൾ വെളിയിലൊക്കെ പോകുന്നുണ്ട്, നീയും ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ടോ എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അങ്ങനെ അവരും പാർട്ടിക്കൊക്കെ പോകാമെന്ന് സമ്മതിക്കുന്നു. മാത്രമല്ല ഹോഞ്ചുവിനെ നേരിട്ട് കാണാമല്ലോ, അപ്പോൾ അവിടെ വെച്ച് അവളോട് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവനും ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു പാർട്ടിയൊക്കെ നടക്കുന്ന ദിവസം ആയിരിക്കുകയാണ്. ഹോയെങ്ങും ഓരോരോ ഡ്രസ്സൊക്കെ മാറി മാറി നോക്കി വളരെ കഷ്ടപ്പെട്ട് ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണുന്ന വൂക്കും അവന്റെ ഫസ്റ്റ് ലവ് കൂടി അവിടെ എത്തുന്നത് കൊണ്ടാണോ ഇത്രയേറെ ഒരുക്കങ്ങളൊക്കെ നീ നടത്തുന്നതെന്നൊക്കെ അവനോട് ചോദിക്കുന്നു. അടുത്തതായിട്ട് സാങ്പിലിനെ കാണിക്കുകയാണ്. സാങ്പിലും ഇവരുടെ കൂടെ ഒന്നിച്ചൊക്കെ പഠിച്ചതായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അവനൊരു റെസ്റ്റോറന്റ് ഒക്കെ നടത്തി വരുന്നു. ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് ഹൈജി എത്തുന്നു. ഹൈജി ഒരു സ്കൂൾ ടീച്ചറാണ്. ഇപ്പോൾ ആകട്ടെ ഹീൽസ് ഒക്കെ ഇട്ട് കാലൊക്കെ മുറിഞ്ഞിരിക്കുന്ന ഹൈജിക്ക് തൂക്കുവാനായിട്ട് ടിഷ്യൂ ഒക്കെ നൽകുകയാണ് സാങ്പിലും.
ഹോയിങ് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ പോലും നിന്നെ തിരിച്ചറിയുവാനായിട്ടൊന്നും പോകുന്നില്ല. പണ്ടത്തെ ആ ഒരു ലുക്കിലൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ നിന്നെ തിരിച്ചറിഞ്ഞാനെന്നൊക്കെ പറഞ്ഞ് സാങ്പിൽ അവളെ ആകെ കളിയാക്കുകയാണ്. അവളും ചെരിപ്പൂരി അവനെ അടിക്കുന്ന രീതിയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു ആ ഒരു റെസ്റ്റോറന്റിലേക്കൊക്കെ ഹോയിങ് എത്തുന്നത്. സാങ്പിലും ഹോയിങ്ങിനെ കണ്ട് ഉടനെ തന്നെ അവനെ ഓടിച്ചെന്ന് ഹഗ്ഗൊക്കെ ചെയ്യുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് അവൻ പോയതിനു ശേഷം അവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ സാങ്പിലും ചോദിക്കുകയാണ്. ഹൈജീൻ വലിയ കാര്യത്തിന് അവന് കൈയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഹൈജീനെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാങ്പിലും അവളിപ്പോൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നത് കൊണ്ട് തന്നെ അവളെ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അവളെ കളിയാക്കുന്നൊക്കെയുണ്ട്. ഇനി ഹോഞ്ചുവും അവരെ കാണുവാനായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാനറൊക്കെ ശ്രദ്ധിക്കുകയാണ്. അതിലാകട്ടെ ജുൻഹോയുടെ ഓട്ടോഗ്രാഫ് ഒക്കെ സൈൻ ചെയ്യുന്ന ഒരു ഇവന്റ് ഒക്കെ നടക്കുന്നതിനെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അവൾക്കും ഓഫീസിൽ നിന്നും ഒരു മെസ്സേജ് ഒക്കെ കിട്ടുന്നത്. ഒരു ഡയറക്ടറിന്റെ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് എന്നും ആ പാർട്ടിയിൽ ഓഫീസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവൾ പോകണമെന്നും ഒക്കെ ആയിരുന്നു മെസ്സേജിലും ഉണ്ടായിരുന്നത്. സാങ്പിലും മിലിറ്ററിയിലൊക്കെ പോയ സമയത്ത് അവന് കുക്കിങ്ങിൽ വളരെയധികം പാഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അമ്മ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങി. ആ ഒരു റെസ്റ്റോറന്റ് ആണ് ഇത് എന്നൊക്കെ സാങ്പിലും പറയുന്നു. ഇനി ഹൈജാക്കട്ടെ ഒരുപാട് മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പറഞ്ഞ കാര്യം തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഹൈജിയും ഒരുപാട് മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ഒക്കെ മാറ്റിയതിനു ശേഷം ഇപ്പോൾ ഹോയങ്ങും സോജും ഒക്കെ അവളുടെ കയ്യിലും വെച്ചു കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്ക് കൂടുതൽ നാണമൊക്കെ ആകുന്നു. നീ പണ്ടത്തെക്കാളും ഒരുപാട് ഹാൻസം ആയിട്ടുണ്ട്. ഹോങ്ജുൻ എങ്ങനെയാണ് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത്? ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ തിരിച്ചറിയിക്കുകയില്ലായിരുന്നു എന്നൊക്കെ ഹൈജിയും പറയുന്നു. കുറെ നേരമായിട്ട് ഹോഞ്ചു വരാത്തത് കൊണ്ട് തന്നെ ഹോഞ്ചുവിൽ നിന്ന് കോളൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൾ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ ബോധം കിട്ടും വീഴുന്നു. ഓഫീസിൽ നിന്നും പറഞ്ഞതനുസരിച്ച് ഡയറക്ടറിന്റെ അടുത്തേക്കൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഹോഞ്ചുവും. വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഡയറക്ടറും നിർബന്ധിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ആയിരുന്നു തൊട്ടു മുമ്പിലായിട്ടൊക്കെ ജൂൺഹോ നിൽക്കുന്നതൊക്കെ അവളും കാണുന്നത്. ജൂൺഹോനെ കണ്ട ഉടനെ തന്നെ അവളും പോകുകയാണെന്നൊക്കെ പറഞ്ഞ് പോകുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും ഡയറക്ടർ അവളെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് തന്നെ ജൂൺഹോയും അവളെ കാണുന്നു. ഇപ്പോൾ ആകട്ടെ ഹോഞ്ചുവും ആകെ മദ്യപിച്ചതിന് ശേഷം കടയ്ക്കകത്തേക്കൊക്കെ കയറി വരുന്നു. അവളും പാർട്ടിയുടെ കാര്യം പോലും ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയൊക്കെ പോയാലും അവിടെ വെച്ചൊക്കെ നിന്നെ കാണുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. രണ്ടുപേരും മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം ഒരുപാട് സ്നേഹത്തിലേക്കാണ് അവരും ഉള്ളത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും സാങ്പിലും ഹോഞ്ചു ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അവൾ ജീവിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഹോയിങ്ങിന്റെ അടുത്തും പറയുന്നു. സാധാരണഗതിയിൽ ഹോഞ്ചു അവന്റെ കടയിൽ നിന്ന് മാത്രമാണ് മദ്യമൊക്കെ കുടിക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ തന്നെ മദ്യപിച്ച് വന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ സാങ്പിൽ ചോദിക്കുന്നുമുണ്ട്. ഞാനാകട്ടെ ഇന്നെന്റെ ഫസ്റ്റ് ലവിനെയൊക്കെ കണ്ടു എന്നൊക്കെ ഹോഞ്ചു പറയുന്ന സമയത്താകട്ടെ ഹോഞ്ചുന്റെ വായിലേക്ക് പുതിയതായിട്ട് സാങ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അതിനാകെ എരിവായതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇവരായിട്ട് ഞാൻ ഇപ്പോഴും കമ്പനിയാണെന്നൊക്കെ സാങ്പിലും അറിയിക്കുകയാണ്. പിന്നെ രണ്ടുപേരും മദ്യപിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും വീട്ടിലൊക്കെ കൊണ്ടേ ആക്കണമല്ലോ. ഹൈജിയുടെ കാര്യം സാങ്പിലേറ്റു. ഹോഞ്ചു ആകട്ടെ ഹോയിങ് താമസിക്കുന്നതിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോഞ്ചുനെ വീട്ടിൽ കൊണ്ട് വിടാമോ എന്നൊക്കെ ഹോയിങ്ങിന്റെ അടുത്തും അവന് ചോദിക്കുന്നു. മാത്രമല്ല 10 വർഷം മുമ്പാകട്ടെ ഹോയിങ് ഒരു വാക്ക് പോലും പറയാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുതെന്നും കൂടി സാങ്പിൽ അവനോട് പറയുന്നു. ഹോഞ്ചു നടക്കുന്ന സമയത്ത് അവളുടെ പിന്നാലെ തന്നെ ഹോയങ്ങുമുണ്ട്. ഹോയങ് ആകട്ടെ ഒരു കാര്യം കൂടി ശരിയാക്കുവാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവളും ഓടി സ്കൂളിന്റെ ഗേറ്റിന് മുമ്പിലൊക്കെ എത്തുന്നു. ആദ്യമായിട്ട് നമ്മൾ കണ്ട സമയത്ത് നീ കാരണം ഞാൻ ലേറ്റ് ഒക്കെ ആയിട്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നീയും ആ ഒരു സംഭവമൊക്കെ ഓർക്കുന്നില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ അവൻ കാരണമല്ലല്ലോ അവൾ ലേറ്റ് ആയത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കേൾക്കുന്ന അവനും ആകെ ചിരിക്കുന്നു. എനിക്കറിയാവുന്ന ഹോയിങ് ഒരിക്കലും ചിരിക്കാറൊന്നുമില്ലല്ലോ. അവൻ അങ്ങനെ ഹൃദയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ശരിക്കും ഹോയിങ് ആണോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പിന്നെയും അതൊക്കെ കേട്ട് ചിരിക്കുന്നു. പിന്നീടാകട്ടെ അവർ പരസ്പരം കൈ കൊടുക്കുന്നൊക്കെയുണ്ട്. പണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത സമയത്ത് നിനക്ക് ഞാനൊരു ബുക്കൊക്കെ തന്നിട്ടില്ലായിരുന്നോ? അതിൽ ഫസ്റ്റ് ലവിനെ കുറിച്ച് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിലാകട്ടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഫസ്റ്റ് ലവ്. അതുകൊണ്ട് തന്നെ അത് വളരെ സ്പെഷ്യൽ ആയിരിക്കുമെന്നും അതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലവിന് ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. ആ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സ് ഒക്കെ ഇല്ലാതാകും.
നിനക്കും ഒരു ഫസ്റ്റ് ലവ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇനി ഒരിക്കലും ആ ഒരു ഫസ്റ്റ് ലവിനെ നീ കാണുവാനായിട്ട് പോകരുത്. അതാണ് ഞാൻ നിനക്ക് നൽകുന്ന ഉപദേശം എന്നൊക്കെ ആയിരുന്നു ഹോങ്ചുവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഫുഡിൽ നിന്നും അവനും കുറച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവളും വീട്ടിലേക്കൊക്കെ കേറുന്നു. പക്ഷെ ഇതേ വീട്ടിൽ തന്നെ ആയിരുന്നു അവനും താമസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവനും അവളുടെ പിന്നാലെ തന്നെ ചെന്നിട്ട് "നീ ഈ വീട്ടിലാണോ താമസിക്കുന്നതെന്നൊക്കെ" അവളോട് ചോദിക്കുന്നു. "ഇത് എന്റെ വീടാണ്. അല്ലാതെ മറ്റൊരാളുടെ വീട്ടിൽ ഞാൻ അതിക്രമിച്ച് കയറുമെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ?" എന്നൊക്കെ അവളുടെ മറുപടി കേട്ട് കഴിയുമ്പോഴത്തേക്കും അവനും ചിരിക്കുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാറാകുമ്പോഴത്തേക്കും ഒരു സീൻ കൂടി കാണിക്കുകയാണ്. ഹോഞ്ചു ആകട്ടെ ഹുയേങ്ങിന്റെ കയ്യിൽ കിടന്നൊക്കെ ഉറങ്ങുന്നു. ആ ഒരു സമയത്ത് അവനും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുവാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എക്സാം ഒക്കെ എഴുതുവാനായിട്ടുള്ള മണിയൊക്കെ മുഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവനും പറയുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.